Hi everyone, this is Jebin from Evika. iOS 26.3.1 റിലീസ് ആയിട്ട് ഇന്നത്തേക്ക് കറക്റ്റ് ഒരാഴ്ചയായി. ഈ ഒരു 1 വീക്ക് കൊണ്ട് എൻ്റെ ഫോണുണ്ടായ എക്സ്പീരിയൻസും പെർഫോമൻസും അതോടൊപ്പം ബാറ്ററിയുടെ ആ ഒരു ഒപ്റ്റിമൈസേഷനും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫീഡ്ബാക്ക് ആയിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ ഐഫോണിൻ്റെയും ആപ്പിളിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്റ്റോറീസ് ആയിട്ടും റീൽസ് ആയിട്ടും ഇതേപോലുള്ള വാൾപേപ്പേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ദിസ് ഇസ് ജെബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് ഫീൽ ചെയ്ത ബഗ് ഫിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കഴിഞ്ഞ iOS 26.3 നിന്ന് നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് കോൾ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നു, കോള് വിളിക്കുന്ന സമയത്ത് കോള് ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പ് ആവുന്നു. അതോടൊപ്പം കോളിൻ്റെ ക്വാളിറ്റിയിൽ ചില സമയത്ത് ഡ്രോപ്പ് മാത്രമല്ല റോബോട്ടിക് സൗണ്ട് വരെയും ഫീൽ ചെയ്യുന്നുണ്ട്, ഗ്ലിച്ച് വരുന്നുണ്ട് എന്ന്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ കോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ റിസീവറിൻ്റെ സൗണ്ടും അതോടൊപ്പം ഡയൽ ചെയ്യുന്ന ആളുടെ സൗണ്ടും എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ള റെസ്പോൺസ് കിട്ടി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കാർ പ്ലേയിലും ഈ ഒരു കോളിൻ്റെ ഡ്രോപ്പിംഗ് ഇഷ്യൂ എനിക്ക് പോയിട്ടുണ്ട്. എൻ്റെ കാറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വോയിസ് കോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ബിഫോറും ആഫ്റ്ററും കറക്റ്റായിട്ട് മനസ്സിലായി. iOS 26.3 എനിക്ക് കോൾ ക്വാളിറ്റിയും അതോടൊപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈൽ ഡ്രൈവിംഗ് കോൾ ഡ്രോപ്പായി പോകുന്നുണ്ടായിരുന്നു. ആ എല്ലാ ബഗ്ഗും ഈ ഒരു അപ്ഡേറ്റിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ടും മാറിയിട്ടുണ്ട്. അടുത്തതായിരുന്നു കീബോർഡ് ബഗ് എന്ന് പറയുന്നത്. നേരത്തെ നോട്ട് എടുക്കാം, ഇവിടെ ഒരു പുതിയ നോട്ട് ആഡ് ചെയ്യാം. എവറിത്തിങ് യു വാണ നോ എബൌട്ട് ആപ്പിൾ നമ്മൾ കൊടുത്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എത്ര ഫാസ്റ്റാണ് ടൈപ്പ് ചെയ്തത്. ഈ ഒരു ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുമ്പോഴും കീബോർഡ് റെസ്പോണ്ട് കറക്റ്റായിട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്. കുറേ കൂട്ടുകാർക്ക് ഈ ഒരു കീബോർഡ് ടൈപ്പിംഗ് റെസ്പോൺസ് ഭയങ്കര ലാഗായിരുന്നു. അതോടൊപ്പം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പി ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പീൻ്റെ ആൽഫബറ്റ് ഇതേപോലെ ജസ്റ്റ് പൊങ്ങി വരിക, അതോടൊപ്പം ആൽഫബറ്റ് കറക്റ്റായിട്ട് ടൈപ്പ് ആവുന്നില്ല എന്നിങ്ങനെ കുറേയധികം ബഗ്ഗുകളുണ്ടായിരുന്നു. ആ എല്ലാ ബഗ്ഗും ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ആയതാണ് എനിക്ക് റിപ്പോർട്ട്. സോ നിങ്ങൾ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക. കീബോർഡിൽ എന്തെങ്കിലും സ്റ്റട്ടേഴ്സോ അതോടൊപ്പം സ്റ്റക്കോ വരുന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു മേജർ ബഗ്ഗാണ് വാൾപേപ്പർ ഡിമ്മിങ് ബഗ് എന്ന് പറയുന്നത്. നമ്മുടെ വാൾപേപ്പർ കാണാം, ഇത് ലോക്ക് സ്ക്രീനിലെ വാൾപേപ്പറാണ്. നേരെ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഡീസാച്ചുറേഷൻ നടക്കാതെ ആ ഒരു ഹോം സ്ക്രീൻ പ്രോപ്പറായിട്ട് വാൾപേപ്പർ കാണിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ചില കൂട്ടുകാർക്ക് ഹോം സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ നിന്ന് ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ വാൾപേപ്പർ ഒന്ന് ഡിം ആവുന്ന ഒരു ബഗ് ഉണ്ട്. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നേരെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. എഡിറ്റ് ഓപ്ഷൻ എടുത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ എഡിറ്റ് ഓപ്ഷനിൽ കസ്റ്റമൈസ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഡാർക്ക് മോഡിൽ 2 ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഡാർക്ക് മോഡും ലൈറ്റ് മോഡും. ഇപ്പോൾ ഇത് ലൈറ്റ് മോഡാണ്, ഇത് ഡാർക്ക് മോഡാണ്. ലൈറ്റ് മോഡ് മുമ്പ് ഇവിടെ ചെറിയൊരു ലൈറ്റ് വരുന്നുണ്ടോ, ഡാർക്ക് മോഡ് മുമ്പ് ഒന്ന് ഡിമ്മാവും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രീ സെറ്റിങ്സ് ആയിട്ട് നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങളൊന്ന് മാറ്റി നോക്കുക. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ ഡിമ്മിങ് ബഗ് മാറുന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു വാൾപേപ്പർ ബഗ് ആയിരിക്കില്ല, ആ ഒരു സെറ്റിങ്സ് ചേഞ്ച് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് ചോദിക്കണമെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. യാതൊരു ബഗ്ഗും സ്റ്റട്ടേഴ്സും ഫീൽ ചെയ്യുന്നില്ല. 120 ഹെഡ്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സ്മൂത്ത്. ആ ഒരു സ്മൂത്ത്നെസ് നമ്മുടെ ഡിസ്പ്ലേയുടെ ആ ഒരു റിഫ്രഷിംഗ് റേറ്റിലും ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസും എനിക്ക് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് വൈൽ സ്പീക്കിംഗ് ഗെയിമിംഗ്, ഈ ഒരു ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് എൻ്റെ ഡിവൈസ് നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഞാൻ ഈ ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോൾ അത്യാവശ്യം 1 മണിക്കൂർ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ഗെയിം കളിക്കും. ആ ഒരു ഗെയിമിംഗ് ടൈമിൽ എൻ്റെ ഡിവൈസ് ഈ ഒരു പോർഷനിലും സൈഡ് ഗ്രിൽസിലൊക്കെ നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്. അത് നോർമലാണ്, കാരണം ഗെയിം കളിക്കുമ്പോൾ കുറേയധികം പെർഫോമൻസും അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിയും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഡിവൈസ് ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 17 Proയിൽ ആപ്പിൾ വേപ്പർ കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് ഈ ഒരു iPhone 17 സീരീസിലെ A19 ചിപ്പ് ചൂടാകും എന്ന് തന്നെ ആപ്പിൾ പറയുന്നത്. ആൻഡ് നോർമൽ യൂസേജിൽ എനിക്ക് ഈ ഒരു ഡിവൈസ് ചൂടാവുന്നില്ല. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുക, അതോടൊപ്പം എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുക,
വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഡിവൈസിൽ ചൂടോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഔട്ട്ഡോർ ഞാൻ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അത് ഇൻഡോറിൽ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും അതെ, ഔട്ട്ഡോർ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും അതെ, അതോടൊപ്പം ഗെയിമിംഗ് ചെയ്യുന്ന സമയത്തും ഡിവൈസ് ചൂടാവുന്നുണ്ട്. ഈ ഒരു ഗെയിമിംഗ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററിയും അതിൻ്റെ പെർഫോമൻസും എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്ററി എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. കാരണം ഏതൊരു മനുഷ്യനും ഡിവൈസ് 1 ഡേ എങ്കിലും ചാർജ് കിട്ടണം എന്ന് കരുതും. എനിക്ക് ആ ഒരു ചാർജ് കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എൻ്റെ സെറ്റിങ്സിൽ ബാറ്ററി ഓപ്ഷൻ എടുക്കാം. ബാറ്ററി ചാർജിങ്ങിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ബാറ്ററിയുടെ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ആ ഒരു ചാർട്ട് മനസ്സിലാവും. ഞാൻ ഓരോ ഡിവൈസിലും എത്ര സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതോടൊപ്പം എൻ്റെ ക്യാമറ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ ഇപ്പോഴും 100% ബാറ്ററി ഹെൽത്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 205 ആണ്. എൻ്റെ ഡിവൈസിൻ്റെ ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്, ഞാൻ ഇറങ്ങിയപ്പോൾ എടുത്ത ഡിവൈസാണ്. എന്നിട്ടും ഇപ്പോൾ ഈ ഒരു മാർച്ചായിട്ട് 205 ബാറ്ററി സൈക്കിൾ കൗണ്ട് മാത്രമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബാറ്ററിയുടെ ചാർജിങ് പാറ്റേൺ ആണ്. ചാർജിങ് പാറ്റേൺ നോക്കുമ്പോൾ 90ലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മേക്ക് ഷുവർ നിങ്ങളുടെ ഡിവൈസിലും 90 എന്ന് പറഞ്ഞാൽ ചാർജിങ് ലിമിറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബാറ്ററിയുടെ സൈക്കിൾ കൗണ്ട് നിങ്ങൾക്ക് കുറയാനും ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു ഡിവൈസിൻ്റെ അപ്ഡേറ്റിന് ശേഷം ഉണ്ടായ പെർഫോമൻസ്, തെർമൽ ഇഷ്യൂ ആൻഡ് ബാറ്ററി പെർഫോമൻസും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ബഗ്ഗുകളോ അതോടൊപ്പം ക്ലട്ടറിങ്ങോ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എങ്ങനെയുണ്ട് എന്ന് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കാര്യം, കുറേയധികം കൂട്ടുകാർ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിക്കാറുണ്ട്. ഡിസ്പ്ലേ പോകുമോ, അങ്ങനെ കുറേ ഡൗട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേ പോകുമോ ഇല്ലെന്ന് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് റീഫണ്ടോ അല്ലെങ്കിൽ ആപ്പിലെ ഫ്രീ സർവീസോ കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു വീഡിയോ എടുത്തു വെക്കുക എന്ന് പറയുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡിവൈസ് അപ്ഡേറ്റിന് മുമ്പ്, അതായത് ബിഫോർ അപ്ഡേറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡ്, അതോടൊപ്പം ബാക്കിലെ സൈഡ്, ഇവിടെ എല്ലാം ഒന്ന് വീഡിയോ എടുത്തു വെക്കുക. കാരണം അങ്ങനെ വീഡിയോ എടുത്ത് വെക്കുമ്പോൾ ഡിവൈസിൽ വേറെ ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല, ക്ലീൻ ആണ് എൻ്റെ ഡിവൈസ് എന്ന് പറയാൻ പറ്റും. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റിന് ശേഷവും നമ്മൾ വീഡിയോ എടുക്കുക. കാരണം അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഡിസ്പ്ലേ പോവുകയാണെങ്കിൽ സെയിം ഈ ഒരു വീഡിയോ ഒന്നുകൂടെ കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ ആയിട്ടൊരു വീഡിയോ എടുക്കുക. നമ്മൾ ഏതെങ്കിലും സർവീസ് സെൻ്ററിൽ, അത് ഒഫീഷ്യലോ അല്ലെങ്കിൽ ഓതർ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ അവർ ഏറ്റവും അത് നോക്കുന്നത് ഡിവൈസിലെ ഡാമേജ് ഉണ്ടെന്നാണ്. ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ അവർ പറയാൻ പോകുന്നത് ഫിസിക്കൽ ഡാമേജ് കാരണം അത് ട്രിഗർ ചെയ്തതാണ് എന്നാണ്. അതുകൊണ്ട് ആ ഒരു ഫിസിക്കൽ ഡാമേജ് ഉണ്ടായിരുന്നില്ല, പ്യുവർ സോഫ്റ്റ്വെയർ ബഗ് കാരണം എൻ്റെ ഡിസ്പ്ലേ പോയതാണെന്ന് കാണിക്കാനുള്ള പ്രൂഫായിട്ടാണ് ഒരു വീഡിയോ നമ്മൾ എടുത്തു വെക്കാനായിട്ട് പറയുന്നത്. വേറൊരു ഫോണിൽ ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷൂട്ട് ചെയ്താൽ അത്രയും നല്ലത് നമുക്ക് അപ്പീൽ ചെയ്യാനും, അതോടൊപ്പം എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിന് അല്ലെങ്കിൽ ചെറിയൊരു കോസ്റ്റിന് നമുക്ക് ഫുൾ ഡിസ്പ്ലേ മാറി കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഈ ഓരോ കാരണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇതേപോലത്തെ അടിപൊളി വാൾപേപ്പർ ആണെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള വാൾപേപ്പേഴ്സും ലഭിക്കും. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. And thank you so much for watching this whole video. This is Evin Sevia signing from Evika.